ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് പലതരത്തിലുള്ള തക്കാളി തൈകളെ കുറിച്ചിട്ടാണ് കേട്ടോ. ഈ കാണുന്ന തക്കാളി തൈകൾ നല്ല ഹൈബ്രിഡ് തക്കാളി തൈകളാണ്. നന്നായിട്ട് വളവും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ട് നന്നായി കായ്ച്ചും പൂത്തും നിൽക്കുന്ന തക്കാളി തൈകളാണ്. പക്ഷെ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് പലതരത്തിലും നമ്മൾ തക്കാളി തൈകൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇത് പ്രൂൺ ചെയ്യുമ്പോൾ അതിന് കട്ട് ചെയ്തിട്ട് വന്ന തക്കാളി തൈകളും കൂടാതെ നമ്മളെ സാധാ തക്കാളികൾ ഉണ്ടാവില്ലേ, നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങി കിട്ടുന്ന തക്കാളി, അതെല്ലാം കുഴിച്ചിട്ടിട്ട് മുളപ്പിച്ചതിന് ശേഷം അതും വളമൊന്നും ചെയ്യാതെ വെച്ചിട്ടുള്ള അതിലുണ്ടാവുന്ന കായ്കളും പൂക്കളും അങ്ങനെ ഒരു വീഡിയോ ചെയ്യാനാണ് കേട്ടോ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്ന തക്കാളി തൈകൾ നമ്മൾ കുഴിച്ചിട്ടിട്ട് ഒരു 3 മാസം ആവാനായി. ഇത് ഫസ്റ്റ് ഒരു സ്റ്റേജ് ആയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ഒരു ഗ്രോത്ത് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് സ്റ്റേജിലാവുമ്പോൾ ഇതിൻ്റെ ഗ്രോത്ത് ചെറുതായിട്ടൊന്ന് സ്റ്റക്കായി നിന്നു. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ നോക്കിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത്, നല്ല വെളിച്ചക്കുറവുണ്ടായിരുന്നു. ഐ മീൻ സൂര്യപ്രകാശത്തിൻ്റെ കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു പ്ലാവ് അതിൻ്റെ അടുത്തായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചില്ലകൾ കാരണം ഇതിലേക്ക് നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടാതിരുന്നു. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് സ്റ്റക്കായിരുന്നു. അതിനുശേഷം നമ്മൾ ആ കൊമ്പും കാര്യങ്ങളൊക്കെ വെട്ടിയതിന് ശേഷമുള്ളൊരു വളർച്ചയാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ നിറയെ ഉണ്ടായിട്ടുണ്ട്. ഓരോ ചില്ലയിലും നിറയെ കൊലകുത്തി കഴിക്കാന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെയാണ് കേട്ടോ തക്കാളികൾ ഉണ്ടായിട്ടുള്ളത്. നല്ല കുഞ്ഞു കുഞ്ഞു തക്കാളികൾ നിറയെ ഉണ്ടായിട്ടുണ്ട്. പൂക്കൾ കാഴ്ചയിലൊക്കെ തക്കാളികൾ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നല്ല വളങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു തക്കാളി തൈകൾ കേട്ടോ. ഇത് ഈ ആകെ ഒരു 4-5 തക്കാളി തൈകളിലാണ് ഇത്രയും തക്കാളി ഉണ്ടായിട്ടുള്ളത്. ഈ കാണുന്ന തക്കാളി തൈകൾ കൊമ്പ് നട്ടുപിടിപ്പിച്ച തക്കാളി തൈകളാണ് കേട്ടോ. നമ്മളെ കയ്യിൽ നിന്ന് ഒരു കൊമ്പ് ഒടിഞ്ഞ് വീണപ്പോൾ അതിന് പ്രൂൺ ചെയ്തതിന് ശേഷം കുഴിച്ചിട്ടതാണ്. നമ്മൾ വല്ല സോഡാമോണോക്സിലോ ഒന്നിലും മുക്കിയിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ ഡയറക്റ്റായിട്ട് കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ അതിലും ഇപ്പോൾ നിറയെ കായ്കൾ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് പ്രൂൺ ചെയ്യുന്ന ആ സമയത്ത് നമ്മൾ അതിൽ നിറയെ പൂക്കളുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇതുപോലെ നന്നായിട്ട് കായ്ച്ചിട്ടുള്ളത്. ഇത് ഞങ്ങളെ വീടിൻ്റെ ഒരു വ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന തക്കാളി തൈകൾ നമ്മൾ സാധാ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന തക്കാളികളില്ലേ, ആ തക്കാളി കുരുമുളപ്പിച്ചിട്ടുണ്ടാക്കിയ തക്കാളി തൈകളാണ്. അപ്പോൾ ഇതിലും കായ്കൾ നന്നായിട്ട് പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ ഏകദേശം ഒരു 1.5 മാസമൊക്കെ ആവുന്നുള്ളൂ കേട്ടോ ഈ തക്കാളിയുടെ പ്രായം എന്ന് പറയുന്നത്. പക്ഷേ ഇതിലും വരുന്ന പൂക്കളിലും നിറയെ കായ്കൾ പിടിക്കാനും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തക്കാളിക്ക് ഹൈബ്രിഡ് ആണോ മറ്റതാണോ എന്നുള്ളതല്ല, നമ്മൾ നോക്കുന്ന കാര്യത്തിലായിരിക്കും അതിൻ്റെ ഒരു കായ്കൾ ലഭിക്കുന്നത് കേട്ടോ. നമുക്കിതിൽ നിന്ന് മനസ്സിലായത്. അപ്പോൾ ഞങ്ങളെ വീടിൻ്റെ ഒരു വ്യൂ ആണ് കേട്ടോ ഇത്. ഞങ്ങൾക്ക് വെറും 5 സെൻറ്റ് സ്ഥലത്തിൽ ഞങ്ങൾ നട്ടുപിടിപ്പിച്ച പച്ചക്കറി തൈകളും ഒക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളിലായിട്ട് നിറയെ പച്ചക്കറി തൈകളും കാര്യങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ചീരത്തൈ, അതുപോലെ മരച്ചീനിയുടെ തൈ, പപ്പായ, അങ്ങനെ ഒരുപാട് തൈകൾ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ തക്കാളി നട്ടുപിടിപ്പിച്ച ഒരു ഭാഗം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൽ